ജോലിക്ക് പോയിട്ട് 10 പൈസ കയ്യിലെടുക്കില്ലല്ലോ. എല്ലാവരും പറയും ഇവിടെ കഷ്ടപ്പെട്ട എല്ലാം കിട്ടും. ഇവിടെ കഷ്ടപ്പെട്ടിട്ട് കഷ്ടം മാത്രമേ കിട്ടുന്നുള്ളൂ. ജോലിക്ക് പോണത് പൈസ ഉണ്ടാകാൻ, അതാണെങ്കിൽ ലോണ്, റീചാർജ്, കറണ്ട് ബില്ല്, മറ്റേ ബില്ല്. ഈ കടങ്ങളൊക്കെ അടച്ചു തീരുന്ന മുമ്പേ നമ്മളങ്ങ് പോകും തോന്നുന്നുണ്ടോ? അടുത്ത മാസമാണെങ്കിൽ വാപ്പാറ കണ്ണു ഓപ്പറേഷൻ. ഉമ്മാരെ മാല പണയം വെച്ചിട്ടാണ് അത് ചെയ്യണത്. ഇനി അതെടുക്കാൻ വേണ്ടിയിട്ട് ഓടണമല്ലോ. അല്ലെങ്കിൽ ഈ മിഡിൽ ക്ലാസിൻ്റെ ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഓടിക്കൊണ്ടേയിരിക്കണം. ഹലോ, എൻ്റെ ഇല്ലാത്ത ഞാൻ പിന്നെ ഇല്ലെന്നല്ല എന്തോന്ന് പറയാം. ഇല്ല, നിങ്ങൾ വയ്ക്കുക, ഞാൻ പിന്നീട് വിളിക്കാം. ആരടാ? ഉമ്മാളെ 500 റൗണ്ടാണ് വൈകുന്നേരം ചുറ്റി പൈസ അടയ്ക്കും. എൻ്റെ കയ്യിലുണ്ടാളി ഒരു 500 രൂപ. 500-ൻ്റെ നോട്ട് അതെനിക്കിപ്പം സ്വപ്നങ്ങളിൽ മാത്രമാണ്. നാട് വിട്ട് പോകാൻ നോക്കിയാൽ ഇവിടെ കിടന്ന് അനുഭവിക്കണത് വയ്യ. അവിടെ പോയി ചാവാൻ കൂടെ വയ്യ കളിയാ. രണ്ടും കൂടെ എന്തോന്നാടാ സൊല്ലൊക്കെ അവിടെ ഇരുന്ന് എന്തൊരു പറയാം, വിഷമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. നീയൊക്കെ രണ്ടും എന്താ എപ്പോഴും വിഷമിച്ചിരിക്കണം. എന്നെ പോലെ കൂളായിട്ട് നടാ. സ്കൂളല്ലേ സൈനി ഇവിടെ. ഹലോ, 5 മാസമായി നീ ലോൺ അടച്ചിട്ട്. കഴിവറ പോലെ മര്യാദക്ക് നാളെ അടച്ചില്ലെങ്കിൽ നീ എല്ലാം കൂടെ വീട്ടിൽ വന്ന് നിൽക്കും. ഞാൻ ഇപ്പൊ തിരക്കാണ് ബ്രോ. ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ മതിയോ? വിളിക്കുകയും വേണ്ട. ശരി ഓക്കെ. എന്താടാ ഒരു ആവേശത്തിന് ഇത് എടുത്തും പോയി. 5 മാസത്തെ EMI അടത്തില്ല, ജോലിയും ഇല്ല അളിയ. അതാണ് ഇപ്പം പ്രശ്നം. അളിയ കൂളായിട്ട് കളിയാ, ടെൻഷനൊന്നും അടിക്കണ്ട. നമുക്കെല്ലാവർക്കും ഓരോ സങ്കടങ്ങളാണല്ലേ. എത്ര കഷ്ടത്തിലും നമ്മൾ ചിരിക്കും. പെട്ടെന്നൊരാവശ്യം വന്ന് എങ്ങനെയും പൈസ റോൾ ചെയ്യും. ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. എന്നാലും നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ജീവിതം എളുപ്പമല്ലല്ലോ.